रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। വിഷപ്പാമ്പ് വല്ലതും ഉണ്ടാകുമോ അങ്ങുന്നേ? അങ്ങുള്ളപ്പോൾ വേറെ ഏത് വിഷപ്പാമ്പ് വരാനാ അല്ലേ? കൊടും വിഷമല്ലേ? ഈ മന്ത്രവാദി ഇതെവിടെ പോയി? മന്ത്രവാദി 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 തന്ത്രങ്ങൾ ഫലിച്ചില്ല എന്ന് ബോധ്യമായപ്പോ മന്ത്രവാദി സ്ഥലം വിട്ടെന്നാ തോന്നുന്നത്. അങ്ങനെയൊന്നും പോകുന്നവനല്ല അവൻ. മഹാസൂത്രശാലിയാ. ഈ രാജ്യത്തെ മന്ത്രിയായ നമ്മെപ്പോലും കബളിപ്പിച്ച അവൻ അത്ര നിസ്സാരനല്ല. നമ്മുടെ വരവ് മനസ്സിലാക്കി എവിടെങ്കിലും ഒളിച്ചിരിക്കാവൂ. ഇനി നമ്മളെ കൊടുക്കാൻ അവൻ വല്ല മന്ത്രവാദം ചെയ്യുമോ? ആദ്യം അവനെ ഒന്ന് കൈ കിട്ടട്ടെ. ഇവിടെ എവിടെയെങ്കിലും കാണും. ഇന്നത്തോടെ അവസാനിപ്പിക്കുന്നുണ്ടല്ലോ. എന്താ അങ്ങനെ ചീഞ്ഞ നാറ്റം? നമുക്കും തോന്നിയതേ ഉള്ളൂ. ശരിക്കും നാറുന്നില്ല. എനിക്ക് ശരിക്കും നാറുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്ന അപകടം. വാ വേഗം. എങ്ങനെയുണ്ട്? അയ്യോ കണ്ടോ, ഈ കുമാരനോട് ഞാൻ മിണ്ടില്ല. എന്റെ എത്ര നേരത്തെ അധ്വാനമെന്നറിയോ? മന്ത്രി, സ്നാനം കഴിഞ്ഞിട്ട് തന്നെയാണല്ലോ കൊട്ടാരത്തിൽ പ്രവേശിച്ചത്. മൃതശരീരം കണ്ടാൽ കുളിച്ചിട്ട് മാത്രമേ ഗൃഹത്തിലേക്ക് പ്രവേശിക്കാവൂ എന്നറിയില്ലേ മന്ത്രിക്കും ഫൽഗുണനും? മൃതശരീരമോ? ആരുടെ? മണികണ്ഠകുമാരൻ എന്താ ഈ പറയുന്നത്? നാം എല്ലാം അറിയുന്നുണ്ട് മന്ത്രി. നമ്മൾ രഹസ്യമായി ചെയ്യുന്നതെല്ലാം മണികണ്ഠൻ എങ്ങനെ അറിഞ്ഞു? അത് തന്നെയാണ് എന്റെ സംശയം. സത്യം പറ പത്മിനി, നമ്മുടെ രഹസ്യങ്ങൾ നീ കുമാരനോടോ മറ്റാരോടെങ്കിലുമോ പറഞ്ഞോ? ഞാനോ? ഞാൻ ആരോട് പറയാനാ? പിന്നെ ആര് പറയാൻ? എനിക്കെങ്ങനെ അറിയാനാ? എന്റെ ഭഗവാനെ, ആകെ ഭയമാകുന്നു. തല പോകുന്ന കാര്യമാ. എന്നാലും മന്ത്രവാദിക്ക് ഇങ്ങനൊരു ഗതി വന്നല്ലോ. കേട്ടിട്ട് പേടിയാവുന്നു. കേട്ട നിങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ കണ്ട ഞങ്ങളുടെ അവസ്ഥ എന്താ? ഓ, ദേഹമാകെ പുഴുവരിച്ച് ചീഞ്ഞ് നാറി. ഓ, ഭീകരം. എന്നാലും ഇത്ര പെട്ടെന്ന് ഇനി വല്ല മാറാരോഗവും വന്ന് മരിച്ചതാണോന്നാ എന്റെ സംശയം. ഇത് സ്വാഭാവിക മരണമല്ല.
കൊന്നതാണ്. ആസൂത്രിതമായ കൊലപാതകം. കൊന്നതാണെന്നോ? ആര്? എന്തിന്? നമ്മുടെ ഗൂഢപദ്ധതികൾ മഹാരാജൻ അറിഞ്ഞിട്ടുണ്ടാകും. അതിന്റെ പരിണിത ഫലമായിരിക്കും മന്ത്രവാദിയുടെ മരണം. അയ്യോ, അപ്പൊ നമ്മുടെ കാര്യം? എന്ത് കാര്യം? കൊന്നു തള്ളു എല്ലാത്തിനെയും, അത്ര തന്നെ. അയ്യോ പത്മിനി, നീ രക്ഷപ്പെട്ടോണേ. മഹാരാജാവ് ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതിനു മുമ്പേ നമ്മളെ ശിക്ഷിക്കുമായിരുന്നില്ലേ? ആ, അതും ശരിയാണല്ലോ. തൽക്കാലം നമ്മൾ ഇതൊന്നും അറിഞ്ഞതായി ഭാവിക്കുന്നില്ല. ആരിലും ഒരു ഭാവവ്യത്യാസവും ഉണ്ടാവരുത്. അങ്ങനെ ഞാനൊരു ഉപായം പറയട്ടെ. ഈ മന്ത്രവാദി മരിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് മറ്റൊരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ഗണിച്ചു നോക്കിയാലോ? മിണ്ടിപ്പോരുത്. മിണ്ടിപ്പോയി. ഇവിടെ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ മറ്റൊരു മന്ത്രവാദി. പൊയ്ക്കോണോ എല്ലാരും എന്റെ മുന്നിൽ നിന്ന്. എങ്ങനെ? പോടോ. ഒന്നും പറയണ്ടല്ലേ. ഈ മണ്ടനോട് പറഞ്ഞിട്ട് നിന്നോട് നിനക്ക് ബുദ്ധിയുണ്ട്. അങ്ങുന്നേ, ജലം. അങ്ങ് ആകെ അസ്വസ്ഥനാണല്ലോ. എന്താ ഇങ്ങനെ? ഇതുവരെയും അങ്ങേ ഇത്ര ചിന്താധീനനായി കണ്ടിട്ടില്ല. എന്തോ മനസ്സിനൊരു സ്വസ്ഥതയുമില്ല. തലയാകെ പെരുത്ത് കയറുക. ഭൂമി പൊട്ടി പിളരും പോലെ ഒരു തോന്നൽ. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത്? ചിന്തിക്കണം. ചിന്തിച്ചല്ലേ മതിയാവൂ. രഹസ്യമായി നമ്മൾ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളൊക്കെ ആരോ ചോർത്തുന്നുണ്ട്. ആരായിരിക്കും അത്? എനിക്ക് സംശയം നിന്നെയാണ്. എന്നെയോ? ഞാൻ ആരോട് പറയാൻ? റാണിയാകാനുള്ള സ്വപ്നത്തിൽ മതി മറന്ന് നീ ബന്ധുക്കളോടോ മറ്റാരോടെങ്കിലുമോ പറഞ്ഞിട്ടുണ്ടോ? ഞാനോ? എന്താ, ഞാനത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവളാണോ? നീ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും? ചാരന്മാർ വഴിയാണെങ്കിൽ രാജാവ് ഇതിനകം നമ്മളെ കൊന്നിരിക്കണം. അത്ര ഉറപ്പില്ലാത്ത വിവരമായി ലഭിച്ചതുകൊണ്ടാകാം രാജാവ് നമ്മളെ കൊല്ലാതിരിക്കുന്നത്. എന്തായാലും ആരാണ് നമുക്കെതിരെ നീങ്ങുന്നതെന്ന് ഉടനെ കണ്ടുപിടിച്ചേ മതിയാകൂ. എനിക്ക് സംശയം അവളെയാണ്.
ആ പത്മിനിയെ? നമ്മളെ ഒറ്റിക്കൊടുത്ത് മഹാരാജാവിന്റെ പ്രീതി പിടിച്ചുപറ്റി മന്ത്രിയാകാനാണ് ആ ഫൽഗുന്റെ ഉദ്ദേശം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കൊന്നുകളയും ഞാൻ. അവനെയും അവളെയും. കൊല്ലാഞ്ഞു വാ. ഇനി വന്നാലോ ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. ഇയാൾക്ക് ചിത്തഭ്രമം സംഭവിച്ചിരിക്കുന്നു. എന്നെ കൊല്ലാൻ വന്ന മണ്ടൻ എവിടെ പോയി? എന്തെന്നാ മനുഷ്യ ഇത്? വേഷം മാറി വന്നു. പാതിരാത്രി പിച്ചും പേയും പറഞ്ഞ് എന്നെ കൊല്ലാൻ നോക്കുന്നോ? സത്യം പറ, നീയല്ലേ നമ്മുടെ രഹസ്യങ്ങളൊക്കെ രാജാവിനോടും റാണിയോടും മണികണ്ഠ കുമാരനോടൊക്കെ പറഞ്ഞു കൊടുത്തത്? അല്ല അല്ല അല്ല, 100 തവണ പറഞ്ഞു ഞാനല്ല പറഞ്ഞെന്ന്. നീ തന്നെ. പിന്നെ ആ കമല കൊച്ചമ്മ പറഞ്ഞതോ? എന്നെയാണോ ആ കമല കൊച്ചമ്മയാണോ വിശ്വാസം? രണ്ടിനെയും വിശ്വാസമില്ല. വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോ. എന്നെ കൊലക്ക് കൊടുത്തിട്ട് നീ അങ്ങനെ കിടന്ന് ഉറങ്ങിയാലോ? രാത്രി മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. പകൽ അന്ത്യോളം എല്ലു മുറിയെ പണി ചെയ്തതാ. നിങ്ങൾക്ക് ഇവിടെ ഒരു പണിയില്ലല്ലോ. ആ മന്ത്രിയുടെ പുറകെ വെറുതെ വാലാട്ടി നടക്കണം. രാത്രി സ്വസ്ഥായിട്ട് കിടന്ന് ഉറങ്ങാന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ല. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ആ കമലക്കൊച്ചമ്മ തന്നെയായിരിക്കും മണികണ്ഠ കുമാരനോട് എല്ലാം പറഞ്ഞു കൊടുത്തത്. കമലക്കൊച്ചമ്മ എന്തിനു കുമാരനോട് പറയണം? മഹാരാജ പറഞ്ഞ നമ്മുടെയൊക്കെ തല പോകത്തില്ലേ? അപ്പൊ ഞാൻ എന്തിനു പറയണം? ഞാൻ പറഞ്ഞാലും പോകുന്നത് നമ്മുടെയൊക്കെ തല തന്നെ അല്ലേ? നിനക്ക് ബുദ്ധിയില്ലല്ലോ. ഓ, അപ്പൊ കമലക്കൊച്ചമ്മയ്ക്ക് ബുദ്ധിയുണ്ടോ? അത് പിന്നെ അങ്ങനെ അല്ല. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. അയ്യോ, അപ്പൊ എനിക്ക് ബുദ്ധിയില്ല, അങ്ങനെയല്ല. ആ കമലക്കൊച്ചമ്മയ്ക്ക് ബുദ്ധിയുണ്ട്. അങ്ങനെ അല്ല. എങ്ങനെയല്ല? അയ്യോ, അല്ലെങ്കിലും എനിക്കറിയാം നിങ്ങൾക്കിപ്പൊ എന്നോട് ഒരു സ്നേഹവും ഇല്ല. അയ്യോ, കരയില്ലേ പത്നി? കരയും. വേണ്ട. വേണം. വേണ്ടാന്ന്. വേണമെന്നേ. വേണ്ടാന്ന്. എന്റെ പത്മിനി കരയണ്ടേ? കരയല്ലേ? ശരി, ഇനി അങ്ങനെ പറയോ? ഇല്ല. എന്നാ പറ, ആ കമലക്കൊച്ചമ്മയ്ക്ക് ബുദ്ധിയേ ഇല്ലാന്ന്. കമലക്കൊച്ചമ്മയ്ക്ക് ബുദ്ധിയില്ല. നിനക്കും ബുദ്ധിയില്ല എന്ന് ഞാൻ പറയില്ല. സന്തോഷം. എന്നാ ഉറങ്ങാം. പോയി കിടന്നോ മനുഷ്യൻ. ഭഗവാനെ, ഇതുപോലുള്ള ഭീകര സ്വപ്നങ്ങളൊന്നും കാണിക്കല്ലേ. കിടന്നില്ലേ? കിടന്നു. കിടക്ക്. ഇനി ചവിട്ടിയിടല്ലേ. എന്താ റാണി, എവിടെയായിരുന്നു? അന്വേഷിച്ചിട്ട് കുറച്ചു സമയമായല്ലോ. ക്ഷമിക്കണം തിരുമനസേ, മണികണ്ഠകുമാരൻ രാജരാജനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ കളിയും ചിരിയും സന്തോഷവും ഒക്കെ കണ്ട് മതി മറന്നിരുന്നു പോയി. അവിടുന്ന് മാറാൻ തോന്നിയില്ല. അതെ അതെ, മണികണ്ഠൻ നമ്മുടെ ജീവിതത്തിൽ വന്നതിൽ പിന്നെ സമയം പോകുന്നതേ അറിയുന്നില്ല. നായാട്ടിന് പോയതും
കൊടും കാനനത്തിൽ ശിശുരോദനം കേട്ടതും മണികണ്ഠനെ ലഭിച്ചതും എല്ലാം ഇന്നലെ നടന്നതുപോലെ തോന്നുന്നു. മണികണ്ഠൻ വന്നതിൽ പിന്നെ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്. പുത്രനില്ലാത്ത ദുഃഖത്താൽ മരവിച്ച മനസ്സുമായി കഴിഞ്ഞ നമ്മുടെ മനസ്സിൽ മണികണ്ഠൻ സന്തോഷത്തിന്റെ കുളിർമഴ പെയ്ച്ചു. കൊട്ടാരത്തിന് പുതുജീവൻ വെച്ചു. നമുക്ക് മറ്റൊരു ഉണ്ണിയും കൂടെ പിറന്നു. മണികണ്ഠന്റെ സാന്നിധ്യം നമുക്ക് പകരുന്ന സന്തോഷം, നിർവൃതി, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഉം. ഇപ്പോൾ മണികണ്ഠന് വിദ്യാഭ്യാസത്തിനുള്ള പ്രായം സമാഗതമായിരിക്കുന്നു. ഉം. പക്ഷേ ഗുരുകുലത്തിൽ അയച്ച് പഠിപ്പിക്കുക എന്ന് വെച്ചാൽ കുമാരന് പിരിഞ്ഞിരിക്കേണ്ടി വരുമല്ലോ എന്നൊരു ദുഃഖം. അയ്യോ, മണികണ്ഠൻ കുഞ്ഞല്ലേ, അത് വേണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് റാണി? നാളെ നാട് വാഴേണ്ട രാജാവല്ലേ കുമാരൻ? ഉം. എല്ലാ വേദേതിഹാസ ശാസ്ത്ര പുരാണങ്ങളും കുമാരൻ ഹൃദ്യസ്ഥമാക്കിയിരിക്കണം. അതിനുള്ള പ്രായം എത്തിക്കഴിഞ്ഞു കുമാരന്. ദേശത്തെ പ്രഗത്ഭനായ ഗുരുവിനെ തന്നെയാണ് മണികണ്ഠനായി നാം കണ്ടെത്തിയിരിക്കുന്നത്. പ്രണാമം മഹാരാജൻ. പ്രണാമം. മണികണ്ഠനെ ഗുരുകുലത്തിൽ അയച്ച് വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് നാം. അത് ഉചിതം തന്നെ മഹാരാജൻ. നമുക്കും റാണിക്കും മണികണ്ഠനെ വേർപിരിയുന്നതിൽ അതിയായ മനോവിഷമമുണ്ട്. അതുകൊണ്ട് മന്ത്രി ഒരു കാര്യം ചെയ്യണം. കൽപ്പിച്ചാലും തമ്പുരാനെ. ഗുരുകുലത്തിൽ ചെന്ന് ഗുരുവിനോട് കൊട്ടാരത്തിൽ താമസിച്ച് പഠിപ്പിക്കാമോ എന്ന് അന്വേഷിക്കണം. ഉം. ഗുരുവിന് സമ്മതമാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുക്കാം. മറിച്ചാണെങ്കിൽ മണികണ്ഠനെ ഗുരുകുലത്തിലേക്ക് അയക്കാതിരിക്കാനും പറ്റില്ല. എന്തായാലും നാളെ തന്നെ പോയി അന്വേഷിച്ചു വരൂ. കൽപ്പന പോലെ തമ്പുരാനെ. വരൂ റാണി. മണികണ്ഠകുമാരന്റെയും രാജരാജന്റെയും കുട്ടികളെ നാം കൂടിയൊന്ന് ആസ്വദിക്കട്ടെ. മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്നതിലല്ല, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു എന്നതിലാണ് കാര്യം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതി ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം
അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോ